കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മൾ എക്സാം ആണല്ലേ വരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നല്ല ആഹാരശീലങ്ങളെ കുറിച്ച്, നമ്മൾ കഴിക്കേണ്ട ആഹാരത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സാമിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ ആണിത്. നന്നായിട്ട് ആഹാരം കഴിക്കണമെന്നും നമ്മൾ കഴിക്കേണ്ട നല്ല ആഹാരങ്ങൾ ഏതാണെന്നും ഒക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ നല്ല ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ, പലതരത്തിലുള്ള ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പല തരത്തിലുള്ള ആഹാരങ്ങൾ കാണാം. ഇനിയിപ്പോ ഇതുപോലെ തന്നെ ഒരു ചിത്രമാണ് പരീക്ഷയ്ക്ക് തരുന്നത്. ഇതിനകത്ത് കുറേ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഫിഷ് ഉണ്ട് അല്ലെ. ഫിഷ് നല്ലൊരു സാധനമാണ്, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. അതേപോലെ തന്നെ അല്ലെ, ചിക്കൻ ഒക്കെ, മീറ്റ് ഒക്കെ എന്താണ്, നല്ലത് തന്നെയാണ്. അതേസമയം ഈ ഫിഷും ചിക്കനും ഒക്കെ നിങ്ങൾ നല്ലതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ഫുഡിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കും. ഫാസ്റ്റ് ഫുഡിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുമ്പോൾ ചിക്കൻ തന്നെ നല്ല കുറെ ഷവർമ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ഇങ്ങനത്തെ ചിക്കനെ ഫാസ്റ്റ് ഫുഡ് ആക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ, അതായത് ഷവർമ പോലെ, ബർഗർ പോലെയൊക്കെ നിങ്ങൾക്ക് തരികയാണെന്നുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന അത്ര നല്ലതായിട്ടുള്ള ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഫാസ്റ്റ് ഫുഡുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ചിട്ട് തന്നെ സെലക്ട് ചെയ്ത് എടുക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ 5 മുതൽ 6 വരെ എന്ത് ചെയ്യുക, ഗ്ലാസ്സിൽ വെള്ളം നിങ്ങൾ കുടിച്ചെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ നന്നായിട്ട് കളിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, പുറത്ത് പോയിട്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ കളികൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നിങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നമ്മുടെ ശരീരം നന്നായിട്ട് വേർക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ നിങ്ങൾ കുടിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് പൾസസ്, അതേപോലെ തന്നെ സീരിയൽസ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ എഗ്, മീറ്റ് മുതലായ കാര്യങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് രോഗങ്ങൾ വരാതിരിക്കാനുള്ള അല്ലെ, പ്രിവെന്റ് ഫ്രം ഡിസീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് വെക്കുക. അതേപോലെ തന്നെ നല്ല ഫുഡ് ഹാബിറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും നല്ലതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നല്ലതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അടുത്ത എക്സാമിന് നമ്മൾ നന്നായിട്ട് ആൻസേഴ്സ് എഴുതണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ.